ഗൈസ് അപ്പോൾ കാണില്ലേ, ഈ വെറൈറ്റിയാണ് നമ്മുടെ കയ്യിലുള്ളത്, ഈ ഒരു ടാങ്കിലുള്ളതാണല്ലേ. അപ്പോൾ ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഗപ്പീസിന് കുറച്ച് അപ്ഡേഷൻസ് വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ബിഗ്ഗറുകളുടെ ടാങ്കിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ടാങ്കിൽ നമ്മൾ ഒരു ഫീമെയിലും ബിഗ്ഗറുകളുടെ പ്ലാനറഡ് ബിഗ്ഗറിന്റെ ഒരു ഫീമെയിലും അല്ല 2 ഫീമെയിലും ഒരു മെയിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു ഫീമെയിൽ കഴിഞ്ഞ ആഴ്ച പ്രസവിച്ചിട്ട് കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ആഴ്ച അടുത്ത ഫീമെയിലും പ്രസവിച്ചിട്ട് അത്യാവശ്യം ടാങ്കിൽ കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്. ഓക്കെ, അത് മാത്രമല്ല ഇതിനകത്ത് ഫീമെയിലിനെ കാണാതെ പോയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ ടാങ്കിലും നമ്മുടെ പ്ലാനറഡ് ബിഗ്ഗറാണ് കിടക്കുന്നത്. അപ്പോൾ അതിന്റെയും 5-6 ഫീമെയിലും ഒരു മെയിലും ഈ ടാങ്കിലുണ്ട്. ഓക്കെ, ഇതിലും അത്യാവശ്യം ബേബീസ് കിടപ്പുണ്ട്. അപ്പോൾ അത് നമ്മൾ അസോളൊക്കെ നിറഞ്ഞ് കിടപ്പുണ്ട്. കുറച്ച് അസോളങ്ങ് മാറ്റി വെക്കും. ഓക്കെ, നമ്മുടെ കോഴിക്കുട്ടന്മാർക്ക് കൊടുക്കാം. അപ്പോൾ ഇതിലാണല്ലേ ഗപ്പീസ് കണ്ടേ. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഫീമെയിൽസ് കിടപ്പുണ്ട് ഈ ടാങ്കിലും, കണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഇവർക്കൊന്നും ഫുഡ് കൊടുത്തില്ല. ഓക്കെ, നമുക്ക് എന്തായാലും രാവിലെ ഫുഡ് കൊടുക്കാം. നമ്മൾ ഈ ഒരു ഫുഡാണ് നമ്മൾ ഗപ്പികൾക്ക് കൊടുക്കുന്നത്. നമ്മുടെ പെഡലിന്റെ ചെറിയ സൈസാണിത്. അപ്പോൾ ഇതാണ് നമ്മൾ വർഷങ്ങളായിട്ട് ഗപ്പികൾക്ക് കൊടുത്തു വരുന്നത്. പിന്നെ നിങ്ങൾ സെയിൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ RTMയും അതുപോലെ മറ്റേ ഫ്ലേക്സും എല്ലാം കൊടുക്കാം. നമ്മൾ ഫ്ലേക്സ് വാങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗപ്പി കുട്ടന്മാർക്ക് നമ്മൾ രാവിലെ ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടല്ലേ, ഇതിനകത്ത് അത്യാവശ്യം ബേബീസ് കിടപ്പുണ്ടല്ലേ. അപ്പോൾ ഇതിൽ അത്യാവശ്യം ബേബീസും എല്ലാം ഉണ്ട്. അതുപോലെ ഇവിടെ നമ്മുടെ ബിഗ്ഗറുകളുടെ ഫീമെയിൽസ് അത്യാവശ്യം കിടപ്പുണ്ട്, കണ്ടില്ലേ. കാണുന്നുണ്ടാവും, ഞാൻ സൂം ചെയ്ത് കാണിച്ചു. ഓക്കെ, കണ്ടില്ലേ. അപ്പോൾ അതിലും അത്യാവശ്യം ബിഗ്ഗറും ഫീമെയിൽസൊക്കെ കിടപ്പുണ്ട്. അത്യാവശ്യം ബേബീസൊക്കെ ഉള്ള ടാങ്കാണത്. അപ്പോൾ ഇതിൽ അത്യാവശ്യം ബേബീസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ പുതിയ ടാങ്കിന്റെ പണി കഴിഞ്ഞിട്ട് കുറേ നാളായി. അപ്പോൾ ഇതിലാണ് നമ്മൾ ബിഗ്ഗർ ഇടാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഇപ്പോൾ നാളെ ഈ ടാങ്ക് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇതിന്റെ ഒരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഈ ടാങ്ക് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ ബിഗ്ഗറുകളെ മൊത്തം ഈ ടാങ്കിലേക്ക് മാറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിഗ്ഗർ കൂട്ടന്മാരെ മൊത്തം നമ്മൾ ആ ടാങ്കിലേക്ക് മാറ്റും. അപ്പോൾ അതിന്റെ ഒരു ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ നോക്കി കാണാൻ പറ്റും അത്യാവശ്യം ബേബീസ് കിടപ്പുണ്ട് തന്നെ. ഇവിടെ എല്ലാം ശരിക്കും കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ ഇവരെല്ലാം നമ്മൾ മാറ്റുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ ഇതിൽ കുറച്ച് പാലുണ്ട്. ഇതിനകത്ത് നമ്മുടെ ഡക്വീഡ് പാലാണുള്ളത്. അപ്പോൾ ഈ ടാങ്കിൽ ഒരു ഗപ്പി കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം ഫുള്ള് ക്ലീൻ ചെയ്യണം നമുക്കൊന്നും കൂടെ. പിന്നെ നമ്മൾ ഇതിനകത്ത് മെയിൻ നടത്താൻ മെയിൻ കാരണം ഇപ്പോൾ അറിയാലോ, ചൂടുകാലമൊക്കെ ആയിട്ട് വെള്ളം കുടിക്കാൻ നമ്മൾ പക്ഷികൾക്ക് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പരുന്തൊക്കെ നമ്മൾ കുളിക്കാറുണ്ട്. പരുന്ത് മറ്റേ കിങ്ഫിഷർക്ക് ഇല്ലേ, പൊന്മാന് മറ്റേ കിളികളൊക്കെ കുളിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ടാങ്കിൽ മീൻ ഇടാത്തത്. ഓക്കെ, അപ്പോൾ ചൂടുകാലമൊക്കെ ആയിട്ട് നമ്മൾ അവിടെയൊക്കെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പരുന്തൊക്കെ വിചാരിച്ചു കുളിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മീൻ ഇടാത്തത്. ഓക്കെ, അതുപോലെ ഈ ടാങ്കിൽ ഒരു വെറൈറ്റി ഗപ്പി കിടപ്പുണ്ട്. ഇതിൽ അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഇതിൽ അത്യാവശ്യം സ്റ്റോക്കായി വരുന്നുണ്ട് ഇതിനകത്ത്, അല്ലേ, കാണുന്നുണ്ടോ. അപ്പോൾ ഇതിലും അത്യാവശ്യം ഗപ്പീസും കാര്യങ്ങളും കിടപ്പുണ്ട് അല്ലേ. അപ്പോൾ കൈസ് നമുക്കൊന്ന് പനിയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫീഡിങ് ഇടാഞ്ഞത്. ഓക്കെ, നമുക്ക് 2 ദിവസം ഒരാഴ്ചയായിട്ട് പനിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഷോർട്സ് ഒന്നും ഇട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് ഷോർട്സ് ഒന്നും ഇടാത്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ടാങ്കിലും അത്യാവശ്യം മീൻ കിടപ്പുണ്ട്. ഇതിലും നമ്മുടെ പ്ലാറ്റിയും ഗപ്പീസൊക്കെ ആയിട്ട് ഇതിലും മീൻ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച നാളെ നമുക്ക് ആ ടാങ്ക് ക്ലീൻ ചെയ്യണം. അതിനുശേഷം അടുത്ത ആഴ്ച ഈ ടാങ്ക് ക്ലീൻ ചെയ്യണം. അതുപോലെ അവിടുത്തെ 2 ടാങ്ക് ക്ലീൻ ചെയ്യണം. അങ്ങനെ നമുക്ക് ഒരുപാട് ടാങ്ക് ക്ലീൻ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലുണ്ടല്ലേ, ഇതിൽ നമ്മുടെ പ്ലാറ്റീസും ഗപ്പീസും കിടപ്പുണ്ട്. ഇതിൽ അത്യാവശ്യം പ്ലാറ്റിയും ഗപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഫുള്ള് പ്ലാറ്റീസ് ആണല്ലേ. ഈ പ്ലാറ്റ് വന്നതോടെ നമ്മുടെ ഗപ്പീസിന് ഇതിനകത്ത് കുറവ് വന്നു. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഗപ്പീസിന്റെ കുഞ്ഞുങ്ങളൊക്കെ പ്ലാറ്റ് അടിക്കാൻ തുടങ്ങി. ഇവന്മാർ നല്ലോണം അടിക്കും. അത് മാത്രമല്ല, ഇതിനകത്ത് നമ്മൾ തുമ്പിയുടെ ലാർവയുണ്ട്. തുമ്പിയുടെ ലാർവ ഒരുപാട് ഗപ്പീസിനെ പിടിച്ചായിരുന്നു. നമ്മുടെ ഗപ്പീസിന്റെ വാലൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു. അങ്ങനെ ഒരുപാട് ഗപ്പീസ് നമുക്ക് ഇതിനകത്ത് നഷ്ടപ്പെട്ടു പോയി. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഗപ്പീസ് നമ്മുടെ നഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടാങ്കിന്റെ അപ്ഡേഷൻസ്. അപ്പോൾ കൈസ് അതുപോലെ നമുക്ക് ചെയ്യാനല്ലേ പറഞ്ഞ പോലെ ഈ ആഴ്ച ടാങ്ക് ക്ലീൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു വെറൈറ്റി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതേ കാണല്ലേ. അപ്പോൾ അത് ഈ കാണുന്നതൊക്കെയാണ് ഇതിനകത്ത് ഗപ്പികൾ. നമുക്ക് ഞാൻ ജസ്റ്റ് ഗപ്പിനും ഗ്ലാസ് ഇട്ട് ഞാൻ കാണിച്ചിട്ട്. ഓക്കെ, ഞാൻ അതേപോലെ ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്ലാസ്സിലോട്ട് ഗപ്പിനിട്ട് കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ ഓരോ ഗപ്പികളെ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ബിഗ്ഗറുകൾ കാണിക്കേണ്ട ആവശ്യമില്ല. ബിഗ്ഗർ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ. അപ്പോൾ നമ്മുടെ ആ ടാങ്കിലേക്ക് വെറൈറ്റി ആണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നല്ല ഫുഡ് ഇവിടെ നടച്ചു വെച്ചേക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ കൈസ് നമ്മൾ ടാങ്കിൽ നിന്ന് ഒരു ഫീമെയിൽ അല്ല മെയിലിനെ പിടിക്കും. ഓക്കെ, ഈ ടാങ്ക് നിറച്ച് പായലാണ് കേട്ടോ കൈസ്. അപ്പോൾ കൈസ് നമുക്കൊരു മെയിലിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൈസ് ഈ കാണുന്നതാണ് നമ്മുടെ ഈ ടാങ്കിലെ മീൻ. കണ്ടില്ലേ, ഈ ഒരു വെറൈറ്റിയാണ് ഈ ടാങ്ക് കിടക്കുന്നത്. അത്യാവശ്യം ഫീമെയിലും മെയിലും ആ ടാങ്ക് കിടക്കുന്നുണ്ട്. അത്യാവശ്യം സെയിലിനായി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയാം, നമ്മൾ കൊറിയർ അയച്ചു തരുന്നതായിരിക്കും. ഓൾ കേരള കൊറിയറൊക്കെ നമ്മൾ ചെയ്ത് തരും. ഓക്കെ, അല്ലേ. അപ്പോൾ എങ്ങനെ ഗൈസ്, അപ്പോൾ ഇതുപോലെ ഗൈസ് അതുപോലെ ഈ ഒരു വെറൈറ്റി പേര് അറിയുന്ന കമൻറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ വാങ്ങിയ പിന്നെ പേര് മറന്നുപോയി. അപ്പോൾ വാങ്ങിയിട്ട് മാസങ്ങളായി. പിന്നെ നമ്മൾ ഈ പേരാരും ചോദിക്കാറൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അപ്പോൾ ഇതിൻ്റെ പേര് ഞാനങ്ങ് മറന്നു ഗൈസ്. അപ്പോൾ കണ്ടല്ലേ, ഇതാണ് നമ്മുടെ ഉള്ള വെറൈറ്റി ഗൈസ്. അപ്പോൾ കാണില്ലേ, ഈ വെറൈറ്റിയാണ് നമ്മുടെ കയ്യിലുള്ളത്, ഈ ഒരു ടാങ്കിലുള്ളതാണല്ലേ.
അപ്പോൾ നമ്മൾ ഇതിനെ കാണിച്ചില്ല. അപ്പോൾ ഇതിന്റെ പേര് അറിയുന്നൊരു കമന്റ് ചെയ്യാൻ നമ്മൾ ഇതിന്റെ പേര് മറന്നുപോയി. ഓക്കെ, അപ്പോൾ ഇത് ഫുള്ള് ബ്ലാക്ക് വന്നിട്ട് ഇതിന്റെ സൈഡിൽ അടിയിലായിട്ട് ഒരു ഡ്രാഗന്റെ ഷെയ്ഡ് പോലെ കാണില്ലേ, ഒരു ഗ്രീനും ലൈനും എല്ലാം വന്നിട്ട് ഗപ്പിയാണല്ലേ. അത്യാവശ്യം നല്ലൊരു മെയിലാണ് ഇത് വരുന്നത്. അതല്ല ഇതിന്റെ ഫീമെയിൽ വരുന്നത് ബ്ലാക്ക് ആണ്, മറ്റേ സാധാ ബ്ലാക്ക് ഫുൾ ബ്ലാക്കിന്റെ പോലെ തന്നെ ബ്ലാക്ക് ടൈലും കയ്യിലും വന്നിട്ടുള്ള ഒരു ഗപ്പിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടാങ്കിലേക്ക് ഇറങ്ങി വിട്ടേക്കാം. കുറേ നേരം പിടിച്ച് നമ്മൾ ഇതാക്കണ്ട വെറുതെ. അപ്പോൾ നമ്മൾ പിള്ളേർക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ പറഞ്ഞതുപോലെ ഈ ടാങ്കിൽ മീൻ വരുന്നുണ്ട് വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ടാങ്ക് ക്ലീനിങ്ങിൻ്റെ വീഡിയോ വരുന്നുണ്ട്. ആ ടാങ്കെല്ലാം ക്ലീൻ ചെയ്യണം. അതുപോലെ നമ്മൾ ഇവർക്കായിട്ട് പുതിയൊരു ടാങ്ക് അവിടെ നിന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട്. ആ പുതിയ ടാങ്ക് ചെയ്യുന്നത് നമ്മൾ ഒരു വെറൈറ്റി സംഭവം വെച്ചാണ്. ഓക്കെ, പിന്നെ അതുപോലെ നമ്മൾ കുറച്ച് ഓട വെച്ചൊരു ടാങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നിലവിൽ അപ്ഡേഷൻ ഫ്രണ്ട്സ്. അപ്പോൾ അത് മാത്രമല്ല ഗപ്പി മാത്രമല്ല നമുക്ക് കോഴിക്കൂട്ടന്മാരുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ അത് ഇതാണ് നമ്മുടെ കോഴിക്കൂട്ടന്മാർ. അവന്മാർക്ക് നമുക്ക് അസോളാക്കി വെച്ച് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ കോഴിക്കോട്ടമ്മയുടെ അപ്ഡേഷൻസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഇവന്മാരെ വാങ്ങിയതിൻ്റെയും അതുപോലെ ഇവന്മാരുടെ നമ്മുടെ ബ്രൂഡിംഗ് സെറ്റ് കൊടുത്തതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, കയറി ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.